പിന്നെ ഈ ബ്രാഹ്മണനോട് ഇവിടുത്തെ ഗുരുവിനി ബ്രാഹ്മണനെ അകറ്റി നിർത്തിയതുപോലെ ഇവനൊരു പണി ഉണ്ടാക്കിയത്. ഇവിടെ ഗുരുവിനി ബ്രാഹ്മണരെ ഇവിടെ അധികം പേർക്ക് അറിഞ്ഞൂടാ. ഈ ഗുരുവിനി ബ്രാഹ്മണൻ അവരുടെ ക്ഷേത്രത്തിൽ കയറിക്കൂടാ, ആരാധിക്കൂടാ എന്നുള്ള കാര്യം ഇവിടെ അധികം പേർക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അവനെ അകറ്റി നിർത്തിയത് എങ്ങനെയോ അതുപോലെ ഈ നായരെ അകറ്റാൻ ഒരു പണി അവൻ അക്ഷരവും പഠിക്കൂടാ. ഇങ്ങനെ ഒരു പണിയാണ് എനിക്ക്. ഇത് ഈ സാധനം പഠിച്ചാൽ ഇവനെ ബ്രഹ്മവിദ്യ ഇതുവരെ ചെയ്ത ഇവരുടെ ഇന്നും തിരിഞ്ഞേരി ചുമക്കാൻ നടക്കുന്ന ഈ സൂതനോട് ഞാൻ ചോദിക്കുകയാണ്, ഇവനെ ഈ ചുമക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ട്? സൂതൻ എന്ന് പറഞ്ഞു ഇപ്പൊ നേരത്തെ പറയാല്ല, വെള്ളാളക്കെട്ടി മുതൽ ഉദയം വരെ ഉള്ള ആളുകൾ പിടിക്കുന്ന അർത്ഥത്തിൽ പഠിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ 10-60 ജാതിക്കാരിൽ പെട്ടിരിക്കുന്ന ഈ കർമ്മത്തിൽ നിങ്ങൾ അവിടെ ഉണർന്ന് എണീറ്റില്ലെങ്കിൽ ഇന്നിവിടെ ക്രിസ്ത്യാനിയെ പറ്റി വളകാരനായിപ്പോയി, വളകാരനായിപ്പോയി, വളകാരിപ്പോയി, ഇവിടെ പോയി, അവൻ മലയാളനായിപ്പോയി. എന്താണ് ഇവിടെ അടിച്ചോടിക്ക് നിവർത്തിയില്ലാതെ അവൻ ക്രിസ്ത്യാനി ആയാലും വേണ്ടിയില്ല, യാവനായാലും വേണ്ടിയില്ല, എനിക്ക് ജീവൻ കല്ലുകൊള്ളാതിരുന്നാൽ മതി എന്നുള്ള പേടിയിൽ ഇവ മാറിയണം. അങ്ങനെയൊക്കെ മാറേണ്ടി വന്നതും മുസ്ലിമാകേണ്ടി വന്നതും ഒക്കെ ഇവിടുത്തെ ഹിന്ദുക്കളിലേക്ക് ഉള്ള ആളുകളുടെ ബ്രാഹ്മണ ആളുകളും അവസാനം വന്ന് അതിലേക്ക് മാറിയിട്ടുണ്ട്. അത്ര ഭാഗത്തുനിന്ന് ആരെങ്കിലും ഉണ്ടോന്ന് സർക്കാർ കാത്തുനിന്ന് ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ അവിടുത്തെ പുറമത്തെ അവകാശമുള്ള ആരെങ്കിലും എനിക്ക് കാരണത്തെ വളർന്നില്ല. അപ്പൊ ഇവിടെ വിശ്വാമിറ്റി എന്നൊരു ആചാരമുണ്ടായി. ഈ വിശ്വാമിറ്റി എന്നൊരു കാട്ടുമിറ്റിയുണ്ട്. ഈ വിശ്വാമിറ്റി ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ അംഗമാണ്. ഒരു സംസ്കൃതമാണ്. ഇവിടെ ബ്രാഹ്മണ കുടുംബം നശിക്കുന്ന ഒരു പാരമ്പര്യം നമ്മുടെ ഇടയിൽ വന്നല്ലോ. ഈ വിദ്യാർത്ഥികളൊക്കെ ചെയ്ത് ഇത് സ്വയം നശിച്ചുപോയി. ആ നശിച്ചതിന്റെ കൂട്ടത്തിലുള്ള ഒരാളെ സംസ്കൃതമൊക്കെ പഠിച്ചവരായതുകൊണ്ട് ഇതിന് വിദ്യയുണ്ട്. അത് വിദ്യാഭ്യാസ തന്നെ ആകുകയും ചെയ്യും. അതെ, ഇയാൾ എന്ത് ചെയ്തു? ഇതിങ്ങനെ നേഴ്സിനെ പറ്റി കേട്ടറിഞ്ഞ് ചോദിച്ചിട്ട് ഇയാളൊരു കുട്ടിയാണ്. അപ്പൊ ഞാനങ്ങ് ക്രിസ്ത്യാനിയാണ്. സുവിശേഷ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപത്തിൽ ഇയാളങ്ങ് എത്തിയിട്ട് പിതാവിന്റെ വരവ് കുറ്റപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. പിതാവിന്റെ വചനങ്ങൾ അടുത്ത് തന്നെ എത്തുന്നതാണ്. അത് സൃഷ്ടിപരമായി നമുക്ക് കാണാവുന്നതായിരിക്കും എന്നിങ്ങനെ ഞാൻ പ്രസംഗിച്ചോടെ ഇടയ്ക്ക് ഭൂമിരാജത്തിന്റെ കൂടെ ഇതുണ്ടാക്കും. ഇങ്ങനെ തട്ടി ഒരു ഞായറാഴ്ച ഇങ്ങനെ പ്രസംഗിച്ച് ഇയാളെ എന്താണുണ്ടായിരിക്കുന്നു, നിങ്ങളെല്ലാവരും അതിനെ കാത്തുസൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും വീട്ടിൽ ഓരോ മുട്ടനാടിനെ വളർത്താൻ